ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മണി ഒരു 11:30 അടുപ്പിച്ചായി. അപ്പോൾ ഞാൻ ഇത് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പം ഇന്ന് എനിക്ക് നൊത്തോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു പകുതി തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം. തേങ്ങ, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിന് ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് വാളംപുളി ഇട്ട് കൊടുക്കുന്നില്ല. അതിനുശേഷം ഞാൻ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വിഴുക്ക് വരട്ടിയാലോ. അപ്പം ഞാൻ ഇത് അപ്പം ചുടുന്ന ചീനച്ചട്ടിയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ആ വെണ്ടയ്ക്ക ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ വെണ്ടയ്ക്കയുണ്ട്, അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിയതും കൂടെ രണ്ടും കൂടെ മിക്സാണ് കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിൽ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കേണ്ട, കോൺഫ്ലവർ ഇട്ട് കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഞാനിതിൽ കണ്ടിട്ടുണ്ട് ചിലർ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഒരു കൊഴുകൊഴാന്നൊന്നും വരത്തില്ല, നല്ല അടിപൊളിയായിട്ട് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള അരി ഒന്ന് തിളച്ചായിരുന്നു. അത് ഞാൻ റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്ത് വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ആ നൊത്തോലിയിലോട്ട് എടുത്തിട്ട് ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം ആ പുളിയും കൂടി ഇട്ട് അതിലിരുന്ന വെള്ളവും കൂടെ അത് ഇട്ട് കൊടുത്ത് ഞാനതൊന്ന് ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തി ചെയ്ത് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും ഞാൻ മുട്ടത്തോരൻ വയ്ക്കുവാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി 2 പച്ചമുളക്, ഒരു പകുതി തക്കാളി, ഒരു സവാള, പിന്നെ ഒരു ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. മുഴുവനും ചെറിയ ഉള്ളിയായിട്ട് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പം മുട്ടത്തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ മുട്ടത്തോരൻ എന്നൊക്കെ പറയും, ചിലർ വേറെ പല പേരും പറയുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സവാള. ഇപ്പം ഞാൻ എൻ്റെ ഇരിക്കുന്ന മുട്ട അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങളിൽ എത്രയുണ്ടോ അതനുസരിച്ച് സവാള കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം. അപ്പം ജസ്റ്റ് അതെല്ലാം ഞാൻ, അതായത് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തത്, സെപ്പറേറ്റ് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് നൊത്തോലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വറുക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് എടുത്തോളൂ. അതിലോട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത്, പിന്നെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള കുരുമുളകാണ്. ജസ്റ്റ് കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നൊത്തോലി മീൻ തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. എൻ്റെ വിഴുക്ക് വരട്ടി റെഡി ആയിട്ടില്ല, അത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയ തീയിലിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നൊത്തോലിയുടെ തീ ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാണ്. തിളച്ചതിന് ശേഷം ഞാൻ അടപ്പ് വെച്ച് അടയ്ക്കുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വിഴുക്ക് വരട്ടി ഉണ്ടല്ലോ, വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറയാതാ കണ്ടോ, ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഓരോന്ന് വീതം പറക്കി തിന്നാൻ പറ്റുന്ന രീതിയിലാണ്. ഇതുപോലത്തെ കടായി, അതായത് അയണിൻ്റെ കടായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. വേറെ ആവശ്യത്തിന് അനാവശ്യമായിട്ട് ഓയിൽ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നിങ്ങളത് കണ്ടതാണ്. ഇതിൽ ഇനി നാരങ്ങ നീര് വീഴ്ത്താനോ ഒന്നിനും നിൽക്കേണ്ട. ഇതുപോലത്തെ അയൺ കടായി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് സെയിം ചീനച്ചട്ടിയെന്നോ അപ്പച്ചട്ടി എന്നൊക്കെ പറയാം, അതിൽ ഓയിലൊഴിച്ച് ശകലം കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഞാൻ മീൻ പൊരിച്ചെടുക്കും, അപ്പം ചുടും, തോരൻ വയ്ക്കും, എല്ലാം ചെയ്യും. പപ്പടം കാച്ചും, പൂരി ഉണ്ടാക്കും. എല്ലാത്തിനും ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് മുട്ടത്തോരൻ വയ്ക്കാം. അപ്പം ഈ അവിടെ ഇരുന്ന് ഫ്രൈ ആയി വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത്. അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ടു. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കേട്ടോ, അതാണ് ഞാൻ 1, 2 ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ, അത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് സവാളയ്ക്കും തക്കാളിക്കും പച്ചമുളകിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്ന കാര്യം, അതൊന്ന് ജസ്റ്റ് ഒരുപാട് വാടണ്ട, കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കത് ഒന്ന് കിണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ഇത് ഞാനൊരു 4-5 ഉണ്ടെന്ന് തോന്നുന്നു, 4-5 ഉണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല, ആവശ്യത്തിന് അതിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്, ഇപ്പം ഞാൻ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടപ്പ് വെച്ച് ഒന്ന് അടയ്ക്കുവാണ് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഫ്രൈ ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഫ്രൈ ആയിട്ട് എടുക്കത്തുള്ളൂ, ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കത്തില്ല. അപ്പോഴേക്കും നമ്മുടെ മുട്ട കണ്ടു ഇങ്ങനെ ആയിക്കിട്ട്. ഇനി നമ്മളത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാതെ ആദ്യമേ ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് അടച്ച് വച്ചതിന് ശേഷം ശകലം ഒരു 1/2 മിനിറ്റോളം അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക. ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്, എന്നിട്ട് തീ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇളക്കിയപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഇളക്കി വന്നു. അതിനുശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, തോരനല്ലേ, അപ്പോൾ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി. അതിനുശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഞാൻ ഇളക്കി. ഇനി നല്ല വൃത്തിയായിട്ട് കൈ വെച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇളക്കൽ പോലെ ഇരിക്കും കേട്ടോ, ഇളക്കി എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഞാനിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഇളക്കി എടുക്കുമ്പോഴേ ആ തോരൻ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ, ആ മുട്ടയൊക്കെ നല്ല കിണ്ടി ചിക്കി വരത്തുള്ളൂ. വരണമെന്നും പറയും കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ അതായത് ചീനച്ചട്ടിയിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് വിട്ട് വരണം, അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മതി, നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോര അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മോര് കാച്ചിയാലോ. അപ്പം ഒഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ മോര് കാച്ചാൻ വിചാരിച്ചു. ഒരു ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിൽ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഞാൻ അതിൻ്റെ ഇടയിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതും കൂടി ഇട്ടതിന് ശേഷം അത് നല്ല ചെറിയ ബ്രൗൺ കളർ ആവണ വരെ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നായി കിട്ടും കേട്ടോ. മോര് കാച്ചി എല്ലാവരും ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഇത് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ ലഞ്ച് ഇന്ന് താമസിച്ചോട്ടെ, അല്ലെങ്കിൽ രാവിലെ ഞാൻ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് മോര് കാച്ചുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ തൈരൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടും എന്നാൽ കഴിയണ രീതിയിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു കേട്ടോ. ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ലഞ്ച് കഴിക്കുവാണ്. അപ്പം ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ചോറ് ഞാൻ വെച്ചേക്കുവാണ്. എനിക്കല്ല ചേട്ടനാണ് കോരിയത് കേട്ടോ. ചോറെടുത്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി ഉണ്ടല്ലോ അതെടുത്തു. ഒരുമാതിരി കളകളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അത് അയൺ കടായിൽ ചെയ്യാൻ നോക്കണം കേട്ടോ മാക്സിമം. അതിന് ശേഷം മോര് കാച്ചിയത്, പിന്നെ നമ്മളെന്തോന്ന് നമ്മുടെ മുട്ടത്തോരൻ. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഒന്ന് ചെയ്തോ. സിമ്പിളായിട്ട് ഞാൻ ഒരു ലഞ്ച് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. നമ്മുടെ നെത്തോലി മീൻ കറി, നെത്തോലി മീൻ ഫ്രൈ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ലഞ്ച് മെനു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.